ഇന്ന് രാവിലെ ഇപ്പം എന്നെ ഡയാലിസിസിന് കൊണ്ടുപോകാനുണ്ട്. അതുപോലെ ഒരു 7 ഡേയ്സ് മുന്നേ എൻ്റെ ഒരു പല്ലെടുക്കാൻ വേണ്ടി ഒരു സർജറി ചെയ്തിരുന്നു. ആ ഒരു പല്ലെടുത്ത ഭാഗത്ത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു 7 ഡേയ്സ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു 7 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റിച്ച് എടുക്കാനും പോകണം. ഡയാലിസിസ് സെന്ററിലെത്തി ഉപ്പൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ഉപ്പനെ ബെഡിൽ കിടത്തി ഞാൻ നേരെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകുന്നു. അവിടുത്തെ രാജേഷ് ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജേഷ് ചേട്ടൻ ഇന്റീരിയറും അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കിന്റെ കോൺട്രാക്ട് ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ രാജേഷ് ചേട്ടൻ പുതിയ സൈറ്റിലേക്കുള്ള പർച്ചേസിന്റെ കോൾസിലേക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പക്ക് ചായ കൊടുക്കാനായിട്ടുണ്ട്. ഏകദേശം ഡയാലിസിസ് തുടങ്ങി കറക്റ്റ് ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ ഉപ്പക്ക് ചായ കൊടുക്കണം. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഉപ്പക്ക് പെട്ടെന്ന് BP കുറയും. പിന്നെ അത് റെഡി ആയി കഴിഞ്ഞാലും ഒരുപാട് നേരം അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉപ്പക്ക് ഉണ്ടാവും. ഉപ്പക്ക് ചായ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഡയാലിസിസിന് വരുന്ന അമ്മ എല്ലാവർക്കും കഴിക്കാൻ നെയ്യപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നെയ്യപ്പൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഡയാലിസിസിന് കയറാനുള്ള തോമസ് ഏട്ടനും ബഷീർക്കും രഘുനാഥേട്ടനും സുധിയേട്ടനൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഡയാലിസിസിന് കയറി എല്ലാവരും ഏകദേശം ഡയാലിസിസ് കഴിഞ്ഞ് ഇറങ്ങാറായിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞ് ഉപ്പ പുറത്തിറങ്ങി. ഉപ്പനെ നേരെ വീട്ടിലാക്കി ഞാൻ നേരെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് വന്നു. ഉച്ച ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. സ്റ്റിച്ച് എടുക്കുന്ന ടൈമിൽ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം കഴിഞ്ഞ 7 ദിവസം സ്റ്റിച്ച് ഉണ്ടായതുകൊണ്ട് ആ ഒരു സൈഡിലിട്ട് ചവയ്ക്കാനോ അതുപോലെ ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഉപ്പൊക്കെ പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഉപ്പനെ കൊണ്ടുവന്ന് പുറത്തേക്ക് വന്നതാണ്. ഹോസ്പിറ്റലിലേക്കല്ലാതെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 5 മാസത്തിനിടെ ഉപ്പക്ക് 4 സർജറിയും കഴിഞ്ഞിട്ടുണ്ട്. ഡെയിലി രാവിലെയും വൈകുന്നേരം പുറത്തേക്ക് ഒന്ന് പോയി ഉപ്പക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് വരാം. അങ്ങനെയൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. 5 മാസമായിട്ട് വീട് ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ടു വീട്, ഈ ഒരു കാര്യത്തിന് മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പുറത്തിറങ്ങിയപ്പോൾ ഉപ്പക്ക് ഒരുപാട് ആളുകളെയും പുറത്തുള്ള സൗണ്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടിയപ്പോൾ ഉപ്പന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഉപ്പക്ക് ഡയാലിസിസിന് കയറുമ്പോൾ കാലിനിടാനുള്ള സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ പെർഫ്യൂം കണ്ടപ്പോൾ പെർഫ്യൂം വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പെർഫ്യൂം ഉപ്പക്ക് വാങ്ങിച്ചു. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ബാക്കി നാളെ.